വെൽക്കം ടു മാത്സിയോണിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഫ്രീ എക്സാം സീരീസിലെ രണ്ടാമത്തെ എക്സാമിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഇൻകറക്റ്റ്? സോ അൺകൗണ്ടബിൾ അല്ലെങ്കിൽ കൗണ്ടബിലിറ്റിയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എല്ലാ ഓപ്ഷനിലും ഉള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷൻ interval 0-1 is uncountable. Second option, closed interval 0-1 is uncountable. So intervals are uncountable. Intervals are always uncountable. So അതുകൊണ്ട് ഓപ്ഷൻ എയും ബിയും രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഇതല്ല, രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കൂ, Q cross 0-1 is uncountable. അപ്പോൾ അതിന് നമുക്കുള്ള തിയറി ഇതാണ്. ഇഫ് എ ഓർ ബി ഈസ് അൺകൗണ്ടബിൾ ദെൻ എ ക്രോസ് ബി ഈസ് അൺകൗണ്ടബിൾ. എയോ ബിയോ അൺകൗണ്ടബിൾ ആണെങ്കിൽ തന്നെ എ ക്രോസ് ബി അൺകൗണ്ടബിൾ ആണ്. സോ ഇവിടെ നമുക്ക് Q ക്രോസ് 0-1 എന്ന് പറയുന്നത് 0-1 ഒരു ഇന്റർവെൽ ആണ്, അൺകൗണ്ടബിൾ ആണ്. ക്യൂവിനെ പറ്റി പറയേണ്ട കൂടെ ആവശ്യമില്ല. സോ ദെർഫോർ ഇതും അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇതും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, സിംഗിൾട്ടൺ സെറ്റ് 0 യൂണിയൻ 1 യൂണിയൻ 2 അൺകൗണ്ടബിൾ ആണെന്ന് പറയുന്നു. സോ 0 യൂണിയൻ 1 യൂണിയൻ 2 ഇതിന് നമുക്ക് സെറ്റ് 0 1 2 എന്ന് എഴുതാൻ പറ്റും. ദിസ് ഇസ് എ കൗണ്ടബിൾ സെറ്റ്. ഇത് കൗണ്ടബിൾ സെറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. Therefore ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു സീക്വൻസ് കൺവെർജന്റ് ആണോ, ഡൈവർജന്റ് ആണോ, അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ആണോ എന്നാണ് ചോദ്യം. സോ ഈ സീക്വൻസിനെ പറ്റി നമുക്കൊന്ന് എഴുതി നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, n ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കിത് മൈനസ് ഓഫ് n പ്ലസ് 1/n എന്ന് കിട്ടും. when n is odd. ഇനി n ഈവൻ ആണെങ്കിൽ മൈനസ് 1/n എന്ന് പറയുന്നത് ജസ്റ്റ് 1 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് n പ്ലസ് 1/n എന്നായിട്ട് മാറും. n is even. സോ ഓരോ ഇൻറ്റീജറും നമ്മൾ ഓഡ് ഈവൻ എന്നുള്ള ഓൾട്ടർനേറ്റിംഗ് രീതിയിലാണ് നമുക്ക് ഓരോ ഇൻറ്റീജറും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫോർ എനി ഇൻറ്റീജർ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഫോർ ഫസ്റ്റ് ഇൻറ്റീജർ ഓഡ് ആണെങ്കിൽ ഫോർ സെക്കൻഡ് ഇൻറ്റീജർ ഇറ്റ് വിൽ ബി ഈവൻ. ഈ സീക്വൻസിലെ ടേംസ് അതിനനുസരിച്ച് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും ദിസ് ഇസ് ഓസിലേറ്റിംഗ്. ഇനി അത് ഫൈനൈറ്റ്ലി ആണോ ഇൻഫൈനൈറ്റ്ലി ആണോ? a 2n-1 എന്ന് പറയുന്നത് 2n-1 അതൊരു ഓഡ് നമ്പർ ആണ്. സോ ദിസ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതുപോലെ a 2n എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും ടെൻഡ് ചെയ്യുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, an എന്ന് പറയുന്ന ഈ സീക്വൻസ് an this oscillates and it oscillates infinitely. ഇത് ഇൻഫിനിറ്റ്ലി ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. സോ സീക്വൻസിന്റെ പ്രോബ്ലം കഴിഞ്ഞു. നെക്സ്റ്റ് സീരീസിന്റെ പ്രോബ്ലം ആണ്. ഈ സീരീസിന്റെ കൺവെർജൻസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിവിടെ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ എന്നതിന്റെ സീരീസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. സോ an എന്ന് പറയുന്നത് ഇവിടെ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ ആണല്ലോ. സോ നമുക്ക് അതുകൊണ്ട് തന്നെ an പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 into n plus 1 whole factorial divided by n plus 1 factorial whole square. അല്ലെങ്കിൽ നമുക്ക് 2n plus 2 factorial divided by n plus 1 factorial whole square എന്ന് എഴുതാൻ സാധിക്കും. ഇനി അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്? നമുക്ക് റേഷ്യോ ടെസ്റ്റ് ആണെങ്കിൽ ലിമിറ്റ് n tends to infinity an plus 1 by an അല്ലേ? ഇത് ഗ്രേറ്റർ ദാൻ 1 ഓർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1 ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ സീരീസിന്റെ ഡൈവർജൻസിനെ പറ്റി
പറയുന്നത്. സോ ഈ ലിമിറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് 2n പ്ലസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ ഇൻറ്റു n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n ഫാക്ടോറിയൽ ആണ്. സോ നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ 2n പ്ലസ് 2 ഉണ്ട്, ഇൻറ്റു 2n പ്ലസ് 1 ഉണ്ട്, ഇൻറ്റു 2n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇനി ഡിനോമിനേറ്ററിലാണെങ്കിൽ നമുക്ക് 2n ഫാക്ടോറിയൽ ഉണ്ട്. ഈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ നമുക്ക് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി നമുക്ക് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n പ്ലസ് 2 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ, നമുക്ക് n ഫാക്ടോറിയൽ സ്ക്വയറും 2n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഡിനോമിനേറ്ററിലുള്ളത് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇവിടുന്ന് ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് ടേമിൽ n കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 പ്ലസ് 2 ബൈ n ഇൻറ്റു 2 പ്ലസ് 1 ബൈ n ഡിവൈഡഡ് ബൈ, ഇവിടുന്ന് നമുക്ക് n സ്ക്വയർ പുറത്തേക്ക് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് 1 പ്ലസ് 1 ബൈ n ഹോൾ സ്ക്വയർ. ഇനി ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ റേഷ്യോ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an ഇസ് ഈക്വൽ ടു 4 എന്നാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ദെർഫോർ നമ്മുടെ ഈ സീരീസ് ഡൈവർജന്റ് ആണ്. സോ ദിസ് സീരീസ് ഇസ് ഡൈവർജന്റ്. അത് നമുക്ക് ഓപ്ഷൻ എ ആണ് തന്നിട്ടുള്ളത്, വിച്ച് ഇസ് ഡൈവർജന്റ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. If f of x is equal to 1 when x belongs to the interval 0, 1 intersection q and minus 1 when x belongs to the interval 0, 1 intersection r minus q, then f റീമാൻ ഇന്റഗ്രബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. സോ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് ഈസ് റീമാൻ ഇന്റഗ്രബിൾ ഓൺ 0, 1 ആൻഡ് അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് -1 ആണ്. ഓപ്ഷൻ ബി പറയുന്നത് നോട്ട് റീമാൻ ഇന്റഗ്രബിൾ. സി പറയുന്നത് ഈസ് റീമാൻ ഇന്റഗ്രബിൾ ആൻഡ് ഇന്റഗ്രൽ വാല്യൂ 0 ആണ്. ഡി പറയുന്നത് റീമാൻ ഇന്റഗ്രബിൾ ആണ് ആൻഡ് ദ ഇന്റഗ്രൽ വാല്യൂ ഇസ് 1. ഓക്കെ, സോ നമുക്ക് റീമാൻ ഇന്റഗ്രബിൾ ആകണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആകണമെങ്കിൽ എന്താണ് അതിന് വേണ്ടത്? അതിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? സോ ഒരു ഫംഗ്ഷൻ is Riemann integrable if it is bounded and bounded മാത്രമല്ല discontinuous only on a set of measure 0. Discontinuous only on a set of measure 0. അല്ലെങ്കിൽ മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ സെറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഒരു കൗണ്ടബിൾ സെറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് പറയാം. സോ ഇവിടുത്തെ ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. ഫംഗ്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 ഉം -1 ഉം തന്നെയാണ്. സോ ഫംഗ്ഷൻ ഇസ് ബൗണ്ടഡ്. പക്ഷെ ഡിസ്കണ്ടിന്യൂറ്റിയെ പറ്റി പറയുകയാണെങ്കിലോ, ഇവിടെ 0, 1 എന്ന് പറയുന്ന ഇന്റർവെലിനകത്തുള്ള റാഷണൽ നമ്പേഴ്സിലെല്ലാം ഫംഗ്ഷന്റെ വാല്യൂ 1 ഉം ഇറാഷണൽ നമ്പേഴ്സിലെല്ലാം ഫംഗ്ഷന്റെ വാല്യൂ -1 ഉം ആണ്. സോ ദിസ് ഫംഗ്ഷൻ f of x is bounded, but f of x is discontinuous at every point in 0, 1. കാരണം 0, 1 ഒരൊറ്റ പോയിന്റിൽ പോലും നമുക്ക് കണ്ടിന്യൂറ്റി പറയാൻ പറ്റില്ല. കാരണം ഒരു റാഷണൽ നമ്പറിന്റെ എത്ര ചെറിയ ഇന്റർവെൽ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. സോ ആ ഒരു ഇന്റർവെലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ചെറിയ നെയ്ബർഹുഡിനകത്ത് പോലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും
ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആയിരിക്കില്ല. സോ ഇത്തരം ഫംഗ്ഷൻസ് ഈസ് നോവെയർ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. സോ ഇവിടെ 0, 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ എവിടെയും കണ്ടിന്യൂസ് അല്ല. സോ ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ്. 0, 1 എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആണ്. സോ അതിന്റെ മെഷർ 0 അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ അല്ല. റീമാൻ ഇന്റഗ്രബിൾ ആകാനുള്ള 2 കാര്യങ്ങളായിരുന്നു. അതിൽ സെക്കൻഡ് കാര്യം ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് റീമാൻ ഇന്റഗ്രബിൾ ഓൺ ദ ഇന്റർവെൽ 0, 1. സോ അത്രയും പ്രോബ്ലംസ് ആയിരുന്നു റിയൽ അനാലിസിസിൽ നിന്ന് നമുക്ക് ഈ എക്സാമിന് ഉണ്ടായിരുന്നത്. ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.